പിന്നെ ഒരു ഹൗസ് ബോട്ട് മുങ്ങി. അതേ ഈ ഒരു ഹൗസ് ബോട്ട് കുറേ നാളായിട്ട് മുങ്ങി കിടക്കുന്നതാണ്. ഇതൊരു 6-7 മാസമായെന്ന് തോന്നുന്നു. അതുകൂടാതെ ഇല്ല ഒരെണ്ണം മുങ്ങി കിടക്കുന്നത്. ഇത് ഈ അടുത്തിടയ്ക്കാൻ കണ്ട മുങ്ങിയതാ കേട്ടോ. ഇത് 2-3 ദിവസമേ ഉള്ളൂ ഇത് മുങ്ങിയിട്ട്. നമ്മൾ ഇതിന് മുന്നേ വരുമ്പോൾ ഈ ബോട്ട് മുങ്ങി അല്ല, ഈ ബോട്ട് ഇവിടെ മുങ്ങിക്കിടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഈ അടുത്തിടയ്ക്ക് അങ്ങനെ മുങ്ങിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കന്നിട്ട് കിട്ടിയത്. നമ്മളിവിടെ ചായ കുടിച്ചിട്ട് വേണം അടുത്ത പരിപാടി. നമ്മളെ ഇപ്പോൾ ഒരു പോഷം പണി കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ട ഇപ്പുറം വരെ മുട്ടി വയ്ക്കുമായിരുന്നു, കല്ലുകെട്ട് വരെ മുട്ടി വയ്ക്കുമായിരുന്നു. അത് നമ്മളിപ്പം വെട്ടി ഇപ്പോൾ ഉദിക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് വല, നമ്മളെ അടിവല ഇവിടെയാണ്. ഒഴുക്ക് കാരണം വല അവിടെ പോകാതെ. ഇനിയിപ്പം വല ഒന്ന് ചേർത്ത് കുത്താനുണ്ട്. അപ്പോൾ അത് ചേർത്ത് കുത്തി കഴിയുമ്പം മീൻ ഒരുമാതിരി ഇപ്പോൾ ഉള്ളത് തന്നെ ഇപ്പം ആ ചവറിലേക്ക് ഒതുങ്ങിക്കാനും. ചൂണ്ടിട്ട് വല്ലതും കിട്ടിയടാ? ഒന്നും കിട്ടിയില്ല. നമ്മളെ ഇത്രയും പോർഷനുകളേ ഉള്ളേ. അപ്പം നല്ല ഒഴുക്കായി. ഈ സൈഡിലൊക്കെ സിലോപ്പി കുഞ്ഞ് നിൽപ്പുണ്ട്. സിലോപ്പി, ചെറിയ സിലോപ്പി. ഇത് അപ്പുറം വരെ മുട്ടി നിൽക്കുമായിരുന്നു. അതുപോലെ ഒരുപാട് വെള്ളം പോകുന്നുണ്ട്. ചെറിയ സിലോപ്പി ഇതിൻ്റെ അങ്ങേറ്റം പൊങ്ങിക്കുന്നുണ്ട്. ഈ വലപ്പറ്റ ചെറിയ സിലോപ്പി ഇട്ടുണ്ട്. നമ്മളാ വലയല്ല ഇപ്പം പൊങ്ങി. അപ്പം നമുക്ക് കിട്ടിയല്ലേ ഈ 2 കരിമീൻ പള്ളത്തി അപ്പം കിട്ടിയത്. നമ്മൾ കരിമീൻ പള്ളത്തി ആയതുകൊണ്ടാണ് നമ്മൾ നിക്കറെടുത്ത് ചെടി വെച്ചത്. 1-2 സിലോപ്പിയും കയ്യാ കിട്ടിയായിരുന്നു. അത് നമ്മൾ മുന്നോട്ട് തന്നെ എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലയല്ല ഇപ്പം പൊങ്ങി. അപ്പം ഈ 2 കരിമീൻ പള്ളത്തി ഇപ്പം നമ്മുടെ വള്ളത്തേലുള്ളത്. ഇപ്പം അങ്ങോട്ട് ഒരു ശകലം വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ വന്നാൽ നേരെ വല എടുക്കുക. അവിടെ വെയിലാണ്. ഇവിടെ ആകുമ്പോൾ ഒരു മരത്തിൻ്റെ അടിയിലാകുമ്പോൾ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പോയി വല നമുക്ക് എടുക്കണം. ഒറ്റ സിലോപ്പിയൊക്കെ വലയെ കൊത്തുന്നുണ്ടല്ലോ. ആ കൊത്തുന്നതൊക്കെ സിലോപ്പിയോ ഒന്നോട്ട്. അല്ല വേറെ വാളയുടെ ലക്ഷണം ഒന്നും കാണുന്നില്ല. അല്ല വേറെ ഇല്ലല്ലോ. വാള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാടിയാനോ വാളയൊന്നും കാണുന്നൊന്നുമില്ല. ഇപ്പം ഈ വള്ളിയെല്ലാം വലിച്ച് നമുക്ക് വള്ളത്തിലേക്ക് കയറ്റാനേ പറ്റത്തില്ല. ഒരു നാടൻ പറയാതെ നമ്മൾ വല വന്നു കേട്ടോ. ഫസ്റ്റ് മുറി മുറിക്കാൻ പോവാ. എന്ത് കാണുമെന്ന് അറിയത്തില്ല.
ആ ഒരു 5 മിനിറ്റ് ഞാൻ വിളിക്കാം. ഇതൊക്കെയുണ്ട്, കുറുവയുണ്ട്, കരിമീനുണ്ട്, വരാനുണ്ട്. ഇത് അപ്പുറത്തോട്ട് പെറുക്കിയിട്ടിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് മുറിയിലെ മീനാ കേട്ടാ. നമ്മുടെ സഹോദരങ്ങളെല്ലാം നിൽപ്പുണ്ട് കേട്ടാ. രാവിലെ ഇറങ്ങിയതാ, അക്കരെ വരെ മുട്ടിക്കുള്ള ഞവറാ. 80 ലക്ഷം രൂപ ഒന്നാം സമ്മാനം, 5 ലക്ഷം രൂപ രണ്ടാം സമ്മാനം. ചെറുതാ, ചെറുത്. 5000 രൂപ, 2000 രൂപ, 1000 രൂപ, 500 രൂപ, 100 രൂപ അവസാനിക്കുന്നു. ഒട്ടേറെ സൗഭാഗ്യ സമ്മാനങ്ങൾ നൽകുന്ന അടുത്ത വലവെക്കുമ്പോൾ വന്ന് കയറണേ വലുതായി.
വലിച്ചു മറിച്ചേ. നമ്മളെ ലാസ്റ്റ് മുറി കേട്ടാ ഇതിൻ്റെ അകത്താണ് നമുക്കുള്ളത്. ഒഴുക്ക് ഇങ്ങോട്ടായിരുന്നു ഉള്ള പ്ലാസ്റ്റിക് മൊത്തം ഇതിൻ്റെ അകത്ത് വന്ന് സാധാരണ നമുക്ക് ഇവിടുന്ന് കരിമീൻ വെള്ളത്തിൽ എത്തിക്കൊണ്ടിരിക്കും. ഒറ്റ വാളയെല്ലാം ഇപ്പോല്ലോ വാളയെല്ലാം പിന്നെ ചൂണ്ടായിട്ട് പിടിക്കുകയാണല്ലോ. വാളയെല്ലാം ഇവർ ചൂണ്ടായിട്ട് പിടിക്കുക. എന്നിട്ടാ പറയുന്നത് അപ്പം ഇവിടെ വന്ന് ഇവിടെ ഒരു കാടുണ്ട് അതാ ഇതാന്നൊക്കെ പറയുന്നത്. വേറൊരു കരിമീനുണ്ടല്ലേ? വേറെ കരിമീൻ പള്ളത്തിയാണ് ഈ ആ തോട്ടിൽ നിൽക്കുന്നത്. കരിമീൻ പള്ളത്തിയാണ് നാളെയും കരിമീൻ ഇല്ലാതായി പോയതാണ്.
കരിമീനുണ്ടെന്നല്ല, അച്ഛാ കരിമീൻ മേടിക്കെന്ന് പറയണോ? അല്ല വേണ്ട വേണ്ട. അപ്പം നമ്മളിന്ന് ഒറ്റയ്ക്ക് കിടന്ന് മണന്നിട്ട് നമുക്കുള്ള അതായത് ഒറ്റയ്ക്ക് വിടുന്നതിൻ്റെ അല്ല, ഈ ചവറ് ഞങ്ങൾ രണ്ടുപേരാ പണിയുന്നെങ്കിലോ ആർക്കും ഒന്നും കിട്ടാതാവും. ഇതിപ്പം ഞാൻ റോഡിൽ ഇട്ട് വിറ്റാലും നമുക്ക് 10,000 രൂപ നമ്മുടെ കയ്യിലിരിക്കും. പക്ഷേ ഞങ്ങൾ രണ്ടുപേര് കൂടി പണിയാൻ വന്ന ചവറായത്. ഏതാ തിങ്കളാഴ്ച പണിയാമെന്ന് പറഞ്ഞത്. പിന്നെ അണ്ണം വരാത്തത് കൊണ്ടാണ് നമ്മൾ കയറി ഇത് പണിതത്. അപ്പം നമ്മുടെ സഹോദരൻ നമ്മുടെ കൂടെ രാവിലെ തൊട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സഹോദരനാണ് നമ്മുടെ വീഡിയോ എല്ലാം പോയത്. വിട്ടോട്ടെ എടാ, കരയ്ക്കുവാ നിനക്ക്? അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. നമ്മളെല്ലാം ആ ഫ്രണ്ടിലത്തെ കള്ളിയിലും കിടപ്പുണ്ട് മീൻ കേട്ടോ. പിന്നെ അവിടെയും കിടപ്പുണ്ട്. ഇത്രയും മീനാണ് നമുക്ക് മൊത്തം കിട്ടിയത്.